ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങളൊരു ട്രിപ്പ് പോവുകയാണ്. ഞാനും ഹസ്ബൻഡും മകനും കുടുംബവുമുണ്ട്. കന്യാകുമാരിയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിനു മുൻപ് കുമാരകോവിൽ, പത്മനാഭപുരം കൊട്ടാരം എന്നിവയും കാണാൻ പ്ലാനുണ്ട്. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. ആദ്യം കുമാരകോവിലാണ് പോകാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല. അമ്പലത്തിൽ പോകുന്നതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന് കരുതിയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളിവിടെ കുമാരകോവിൽ എത്താറായിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ക്ഷേത്രകുളമാണിത്. ഇവിടെ വന്ന് കാൽ നനച്ച ശേഷമാണ് ക്ഷേത്ര കവാടത്തിലേക്ക് ഞങ്ങൾ പോയത്. ക്ഷേത്രത്തിനടുത്തുള്ള ഒരു കടയിൽ നിന്നും ആവശ്യമുള്ള പൂജാ സാധനങ്ങളൊക്കെ വാങ്ങിയതിന് ശേഷമാണ് ഞങ്ങൾ ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടത്. അപ്പോൾ ഇതാണ് ക്ഷേത്ര കവാടം. കുറച്ച് സ്റ്റെപ്പുകൾ കയറി വേണം മുകളിലേക്ക് പോകാൻ. ഞങ്ങൾ ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞു വെളിയിൽ വന്നു. അപ്പോൾ മകൻ വണ്ടിയും കൊണ്ട് വരികയാണ്. ഇനി ഞങ്ങൾ ഒരു ഹോട്ടലിലേക്കാണ് പോകുന്നത്. അവിടെ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. കുമാരകോവിലിനടുത്തുള്ള ഉടുപ്പി ഇൻ്റർനാഷണൽ റെസ്റ്റോറൻറ്റിലാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വന്നത്. അപ്പോൾ ഇവിടെ നിന്നും ദോശയും പൂരി മസാലയൊക്കെ ഓർഡർ ചെയ്തു. കുഞ്ഞുമോനൊക്കെ പൂരി മസാലയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഞങ്ങളൊക്കെ ദോശ കഴിച്ചു. അതിനുശേഷം വീണ്ടും യാത്ര തുടർന്നു. ഇനി ഞങ്ങൾ പോകുന്നത് പത്മനാഭപുരം കൊട്ടാരത്തിലേക്കാണ്. ഇവിടെ നിന്നും അരമണിക്കൂറിൽ കൂടുതൽ യാത്രയുണ്ട് പാലസിലെത്താൻ. അപ്പോൾ ഞങ്ങൾ കുറച്ച് സ്പീഡിൽ പോവുകയാണ്. കാരണം 11:30 വരെ മാത്രമേ അവിടെ കയറ്റി വിടുകയുള്ളൂ. ഞങ്ങളിപ്പോൾ പത്മനാഭപുരം പാലസിലെത്തിയിട്ടുണ്ട്. മകൻ ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ചെരുപ്പ് ഉപയോഗിച്ച് അകത്ത് കയറാൻ പാടില്ല. പാദരക്ഷകൾ സൂക്ഷിക്കാൻ പ്രത്യേകം ഒരു കൗണ്ടർ തന്നെയുണ്ട്. അവിടെ അതെല്ലാം ഏൽപ്പിച്ച ശേഷമാണ് ഞങ്ങൾ പാലസിനകത്തേക്ക് കയറിയത്. പാലസിൻ്റെ വെളിയിൽ നിന്നുള്ള ദൃശ്യമാണിതൊക്കെ. പണ്ട് രാജാക്കന്മാരും അവരുടെ റാണിമാരുമൊക്കെ താമസിച്ചിരുന്ന കൊട്ടാരമാണിത്. അപ്പോൾ അവർ ഉപയോഗിച്ചിരുന്ന ഇരിപ്പിടമൊക്കെ ഇവിടെ കാണാൻ കഴിയും. പാലസ് കാണാനായിട്ട് ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട്. ഈ കാണുന്നത് പഴയകാലത്ത് ഉപയോഗിച്ചിരുന്ന ഊട്ടുപുരയാണ്. അപ്പോൾ ഇവിടെ എഴുതി വച്ചിട്ടുണ്ട്. അതുപോലെ പാലസിൻ്റെ എല്ലാ ഭാഗത്തും കിളിവാതിലുകളുണ്ട്. അവിടെ നിന്ന് നമുക്ക് പുറത്തെ കാഴ്ചകളൊക്കെ കാണാൻ കഴിയും. ഇത് അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്ന മൺപാനകളാണ്. അതുപോലെ കൽത്തൂണുകളും മരത്തടികളുമൊക്കെ കൊണ്ട് പണിത ഒരു പാലസാണിത്. ഇപ്പോൾ ആർക്കിയോളജിക്കൽ വിഭാഗത്തിൻ്റെ അണ്ടറിലാണ് ഇതുള്ളത്. ചില റൂമുകളൊക്കെ നല്ല ഇരുട്ടാണ്. ചില ഭാഗത്ത് നല്ല വെളിച്ചവുമുണ്ട്. ഓരോ റൂമിലേക്ക് കയറാനും ഇടനാഴികളുണ്ട്. രാജാക്കന്മാരും റാണിമാരുമൊക്കെ ഉപയോഗിച്ചിരുന്ന ഇരിപ്പിടങ്ങളും കട്ടിലുകളുമൊക്കെ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്.
പലതരം ആയുർവേദ തടികൾ കൊണ്ട് നിർമ്മിച്ചതാണ്. 300 വർഷത്തോളം പഴക്കമുണ്ട്. ഔഷധ ഗുണങ്ങളുള്ള 64 തരം ആയുർവേദ തടികൾ കൊണ്ട് നിർമ്മിച്ച രാജാവിൻ്റെ കട്ടിലാണിത്. ഈ കട്ടിലിന് 300 വർഷം പഴക്കമുണ്ടെന്നാണ് അവിടെ പറഞ്ഞത്. ഇനി അടുത്ത് ഞങ്ങൾ നൃത്തമണ്ഡപത്തിലേക്കാണ് പോകുന്നത്. അത് പുറത്തുനിന്ന് വേണം പോകാനായിട്ട്. അപ്പോൾ കുറച്ച് കുരങ്ങന്മാരൊക്കെ ഇവിടെ ഗാർഡനിൽ കളിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ടു. പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന കുളപ്പുരയാണിത്. കൽപ്പടവുകളുമുണ്ട്. സൂര്യപ്രകാശം വെള്ളത്തിലടിക്കുന്നതുകൊണ്ട് ക്യാമറയിൽ കിട്ടുന്നില്ല. ഈ കാണുന്നതാണ് കൊട്ടാര നർത്തകിമാർ നൃത്തം ചെയ്തിരുന്ന നൃത്തമണ്ഡപം. ഇത് ഒരു സരസ്വതി ക്ഷേത്രമാണ്. ഇപ്പോൾ ഇവിടെ പ്രതിഷ്ഠയില്ല. അത് മറ്റൊരു ക്ഷേത്രത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അതിനടുത്ത് പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്നൊരു കിണറും കാണാം. അപ്പോൾ ഈ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം ഞങ്ങൾ പുറത്തിറങ്ങി. അവിടെ വച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം വീണ്ടും ഞങ്ങൾ യാത്ര തുടർന്നു. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ കന്യാകുമാരിയിലേക്കാണ് പിന്നെ യാത്രയായത്. ഇനി ഞങ്ങൾക്ക് 1.5 മണിക്കൂർ കൂടി യാത്ര ചെയ്താലേ കന്യാകുമാരിയിൽ എത്താൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഇത് ഉച്ച സമയമാണ്. പാലസിൽ കുറച്ചധികം നടന്നതുകൊണ്ട് ചെറിയ ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും ചേട്ടനും ഇങ്ങനെ സീറ്റിൽ ചാരി ഇരിക്കുകയാണ്. ഇനി എവിടെന്നെങ്കിലും കരിക്ക് കുടിക്കണമെന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ കരിക്കിൻ്റെ ഒരു കട കണ്ട് അവിടെ നിർത്തി. കരിക്ക് കുടിച്ചതിന് ശേഷം വീണ്ടും യാത്ര തുടർന്നു.
ഞങ്ങളിപ്പോൾ കന്യാകുമാരിയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ എത്തിയപ്പോൾ ഏകദേശം 2 മണിയായി. ഇപ്പോൾ ലഞ്ച് കഴിച്ചിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾ നേരെ ഒരു ഹോട്ടലിലേക്കാണ് പോയത്. അവിടെ നിന്നും ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷമാണ് പിന്നീട് ഞങ്ങൾ കന്യാകുമാരി ബീച്ചിലേക്ക് പോയത്. So high I'm hypnotized. What's up is down. ഞങ്ങൾ ഭക്ഷണം കഴിച്ച ഹോട്ടലിനടുത്ത് തന്നെയായിരുന്നു കന്യാകുമാരി ബീച്ച്. അപ്പോൾ ഞങ്ങളെ വണ്ടി അവിടെ പാർക്ക് ചെയ്തതിന് ശേഷം ഞങ്ങൾ ബീച്ചിലേക്ക് വന്നു. അപ്പോൾ ഇവിടെ നല്ല തിരക്കാണ്. വെക്കേഷൻ ടൈം ആയതുകൊണ്ട് പല സ്റ്റേറ്റിൽ നിന്നും ഒത്തിരി ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. വിവേകാനന്ദ പാറയിൽ പോകാൻ ബോട്ട് സർവീസിനുള്ള ടിക്കറ്റ് എടുക്കണമായിരുന്നു. അത് 4 മണിക്ക് ക്ലോസ് ചെയ്യും. അപ്പോൾ ഇവിടെ ലെങ്തിയായ ഒരു ക്യൂ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടാൻ ഒരു സാധ്യതയുമില്ലാത്തത് കൊണ്ട് അവിടെ പോണ്ടെന്ന് തന്നെ വെച്ചു. ഈ കാണുന്ന ക്യൂ ടിക്കറ്റിന് വേണ്ടി കാത്തു നിൽക്കുന്നതാണ്. അപ്പോൾ ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടാൻ സാധ്യതയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ബീച്ചിൽ കുറച്ച് നേരം കറങ്ങി നടന്നു. നല്ല കാറ്റുണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് നേരം ഇടയൊക്കെ കറങ്ങി ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം തിരികെ പോരുകയാണ് ചെയ്തത്. കന്യാകുമാരിയിൽ നിന്ന് 3 മണിക്കൂറോളം യാത്ര ചെയ്താലാണ് ഞങ്ങൾക്ക് വീട്ടിലെത്താൻ പറ്റുക. അതുകൊണ്ട് ഞങ്ങൾ രാത്രി ആവുന്നതിന് മുമ്പ് തന്നെ അവിടെ നിന്ന് തിരിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ വൈകിട്ട് 5 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്കൊരു 3.5 മണിക്കൂറോളം യാത്ര ചെയ്യണം. ഇടയ്ക്ക് വഴിയിലിറങ്ങി ചായയൊക്കെ കുടിച്ചതിന് ശേഷം ഞങ്ങൾ വീട്ടിലോട്ട് യാത്രയായി. അപ്പോൾ ഏകദേശം ഒരു 8-8:30 മണിയായപ്പോഴാണ് ഞങ്ങൾ വീട്ടിലെത്തിയത്. വഴിയിൽ പല ചർച്ചിന് മുന്നിലും നല്ല ലൈറ്റിൻ്റെ അറേഞ്ച്മെൻറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുറച്ച് ഞാൻ വീഡിയോയിൽ പകർത്തിയിട്ടുണ്ട്. എല്ലാവർക്കും നല്ലൊരു പുതുവർഷം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.